ഏവർക്കും നമസ്കാരം. ലൗകികമായ സുഖഭോഗങ്ങളെയും ധനധാന്യ സമൃദ്ധികളും ഭാഗ്യ നേട്ടങ്ങളും ഏറ്റവും കൂടിയ അളവിൽ വർഷിക്കുന്ന ശുക്രന്റെ രാശിമാറ്റവും ആ രാശിമാറ്റം 12 രാശിക്കാരെയും അതിലെ 27 നക്ഷത്രജാതരെയും ഇങ്ങനെയെല്ലാം ബാധിക്കുന്നു, അവർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നെല്ലാമാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. ശുക്രൻ തന്റെ ഉച്ചരാശിയായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് മെയ് മാസം 31 പ്രവേശിച്ചു. തുടർന്ന് ജൂൺ 29 വരെയും ശുക്രൻ ഈ മേടക്കൂറിൽ സഞ്ചരിക്കുന്നു. ഈ ഒരു മാസക്കാലത്തെ ശുക്രന്റെ മേടരാശിയിലെ സഞ്ചാരം 6 രാശിക്കാർക്ക് ഏറ്റവും ഉജ്ജ്വലമായ സൗഭാഗ്യങ്ങളും നേട്ടവും വർഷിക്കുമ്പോൾ 3 രാശിക്കാർക്ക് പൊതുവെ ശോഭനമായ ഫലങ്ങളെ നൽകുന്നു. എന്നാൽ 3 രാശിക്കാർക്ക് ഈ രാശിമാറ്റം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയും നൽകാം. ഏറ്റവും ഗുണാനുഭവങ്ങൾ നേടുന്ന രാശിക്കാർ എന്ന ക്രമത്തിലാണ് ഇന്ന് ഇവിടെ ഈ രാശിമാറ്റത്തിന്റെ ഫലങ്ങൾ വിശകലനം ചെയ്യുന്നത്. ശുക്രന്റെ ഈ രാശിമാറ്റത്താൽ ഏറ്റവും ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുന്ന രാശിക്കാർ മിഥുനക്കൂറുകാരാണ്. മകയിരം 2ാം പകുതി, തിരുവാതിര, പുണർദം 3/4 എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. മിഥുനക്കൂറുകാരുടെ 11ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത്. 11ാം ഭാവം അറിയപ്പെടുന്നത് സർവാഭീഷ്ടസ്ഥാനമെന്നും ധനാഗമങ്ങളുടെ ഭാവമെന്നുമാണ്. അതായത് ശുക്രൻ 11ൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ 11ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം. ലോട്ടറി, ചിട്ടി, ഭൂമിക്രയ വിക്രയങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ധനാഗമം ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യുന്നു. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ അനുകൂലമാണ് ഈ സമയം. ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ചകൾ, അംഗീകാരം, പ്രശംസ, പ്രമോഷൻ, വേതന വർധനവ് എന്നിവയെല്ലാം വന്നുചേരാം. സ്വന്തമായി ഒരു ഗൃഹമെന്ന സ്വപ്നം കാണുന്നവർക്ക് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങുക, ലോൺ എടുക്കുക തുടങ്ങിയ ആദ്യ ചുവടുവെപ്പുകൾ ഈ സമയത്ത് നടക്കാം. കൂടാതെ ശുക്രൻ എന്നത് മിഥുനക്കൂറുകാരുടെ 5ാം ഭാവാധിപൻ ആകുന്നു. 5ാം ഭാവം എന്നത് സന്താനങ്ങൾ, വിദ്യാഭ്യാസം, പഠനം, പൂർവ്വപുണ്യം, ഓഹരി എന്നിവയെ എല്ലാം കുറിക്കുന്നു. 5ാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സന്താനക്ഷേമം, വിദ്യാപുരോഗതി, പഠനത്തിൽ മികവ്, ഈശ്വരകടാക്ഷം, പരീക്ഷാ വിജയം, വ്യാപാരത്തിൽ ലാഭം, നറുക്കെടുപ്പ്, ഓഹരി വിപണി, ചിട്ടി എന്നിവയിൽ നിന്ന് ധനാഗമം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. രണ്ടാമതായി ശുക്രന്റെ ഈ രാശിമാറ്റം ഭാഗ്യവർദ്ധനവിനെയും ഗുണാനുഭവങ്ങളെയും നൽകുന്ന രാശിക്കാർ ചിങ്ങക്കൂറുകാരാണ്. മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രജാതരാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 9ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നതും തുടർന്ന് ഒരു മാസക്കാലയളവിൽ സഞ്ചരിക്കുന്നതും. 9ാം ഭാവം എന്നത് ഭാഗ്യഭാവമെന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും. സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവയെ 9ൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്നു. ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി നമുക്ക് അനുകൂലമായി വന്നു ഭവിക്കാറുണ്ട്. ചിട്ടി, ലോട്ടറി, ഗൃഹലാഭം, വാഹനലാഭം, നല്ല തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ 9ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ധർമ്മചിന്തകൾ, ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിന് നിറവുണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും. ശുക്രൻ ചിങ്ങക്കൂറുകാരുടെ 3ാം ഭാവാധിപനും 10ാം ഭാവാധിപനുമാകുന്നു. 3ാം ഭാവം ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരുമായി നല്ല ഊഷ്മളമായ ബന്ധം പുലർത്തും. മാതാപിതാക്കൾക്ക് രോഗമുക്തി ഉണ്ടാകും. കുടുംബസമേതം ക്ഷേത്രദർശനം, കുടുംബസംഗമം എന്നിവ ഉണ്ടാകുന്നതാണ്. കൂടാതെ കർമ്മഭാവത്തെ കുറിക്കുന്ന 10ാം ഭാവാധിപനായ ശുക്രൻ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കർമ്മരംഗത്ത് പ്രതിസന്ധികൾ എല്ലാം നീങ്ങി സൗഹാർദ്ദപരമായ അന്തരീക്ഷമുണ്ടാകും. കൂടാതെ കർമ്മരംഗത്ത് ഊർജ്ജസ്വലമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും അത് മേലധികാരികളുടെ പ്രീതിക്കും അംഗീകാരത്തിനും വഴി വയ്ക്കുകയും ചെയ്യും. തൊഴിൽ തേടുന്നവർക്കും ഈ സമയം അനുകൂലമാകുന്നു. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ഈ കാലം ഏറെ നേട്ടങ്ങളെ നൽകുന്നു. മൂന്നാമതായി ഈ ശുക്രമാറ്റം ഏറ്റവും ഗുണഫലങ്ങളെയും നേട്ടങ്ങളെയും നൽകുക മീനക്കൂറുകാർക്കാണ്. പൂരോരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ശുക്രൻ ഈ കൂറുകാരുടെ 2ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നതും തുടർന്ന് ഒരു മാസക്കാലം സഞ്ചരിക്കുന്നതും. 2ാം ഭാവം എന്നത് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ്. ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി, ധനാഗമം, സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ എല്ലാം നൽകുന്നു.
സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുമെന്ന് മാത്രമല്ല, പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം, ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുകയും ചെയ്യാം. ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് പൊതുവിൽ ഇത്. കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം, ഐക്യം, സമാധാനം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും. ശുക്രൻ വാക്സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾ ഏറെ സൗമ്യമാകും. കല, സാഹിത്യം, അധ്യാപനം എന്നീ മേഖലയിലുള്ളവർക്ക് ഏറെ അനുകൂലമായ സമയമാകും ഇത്. കൂടാതെ ശുക്രൻ എന്നത് മീനക്കൂറുകാരുടെ 3-ാം ഭാവാധിപനും 8-ാം ഭാവാധിപനുമാകുന്നു. തൽഫലമായി കുടുംബ ബന്ധങ്ങൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവരുമായി നല്ല ബന്ധം ഈ കൂറുകാർ ഈ കാലയളവിൽ പുലർത്തും. കൂടാതെ ഈ സമയത്ത് ഊർജം, ആത്മവിശ്വാസം എന്നിവ വളരെയധികം കൂടുമെന്നതിനാൽ ഈ കൂറുകാർക്ക് പോരാട്ട വീര്യത്തോടുകൂടി തങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനാകുന്നതാണ്. 8-ാം ഭാവാധിപനായ ശുക്രൻ ഈ കൂറുകാർക്ക് ശാരീരികമായ സൗഖ്യം, മാനസികമായ സന്തുഷ്ടി, സമാധാനം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം എന്നിവയെ നൽകുന്നു. 4-മതായി ശുക്രന്റെ ഈ രാശിമാറ്റത്താൽ നേട്ടങ്ങൾ വന്നുചേരുന്ന രാശിക്കാർ മേടക്കൂറുകാരാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ശുക്രൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും. ശാരീരികമായ സൗഖ്യം, മാനസികമായ സുഖം, സന്തോഷം, ലൗകിക സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. ധനപരമായ ഉന്നതി ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടിയെ നൽകും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും. വസ്ത്രലാഭം, വാഹനലാഭം, ഭൂമിലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ധനനിക്ഷേപങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും അനുകൂലമായ സമയമാകും ഇത്. ശുക്രൻ എന്നത് മേടക്കൂറുകാരുടെ 2-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമാകുന്നു. 2-ാം ഭാവം എന്നത് ധനം, കുടുംബം എന്നിവയെ കുറിക്കുന്നു. അതുകൊണ്ട് തന്നെ ധനത്തിന് ഈ സമയത്ത് വർധനവ് ഉണ്ടാകും. എന്നാൽ അതേസമയം മംഗളപരമായ കാര്യങ്ങൾക്കും വിനോദയാത്രകൾക്കും മറ്റുമായി ചെലവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശുക്രൻ 7-ാം ഭാവാധിപത്യം വഹിക്കുന്നു എന്നതിനാൽ പ്രണയിതാക്കൾക്കും ദമ്പതികൾക്കും സന്തോഷവും സ്നേഹവും ഏറെ നൽകുന്ന അനുകൂലമായ കാലമായിരിക്കും ഇത്. കുടുംബത്തിലും ഈ സമയം ഏറെ സന്തോഷം, ക്ഷേമം, ഐക്യം എന്നിവ ഉളവാകും. 5-മതായി ശുക്രന്റെ ഈ രാശിമാറ്റത്താൽ ഏറ്റവും ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുക കുംഭക്കൂറുകാർക്കാണ്. അവിട്ടം 2-ാം പകുതി, ചതയം, പൂരോരുട്ടാതി 3/4 എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിലാണ് ശുക്രൻ ഒരു മാസക്കാലം സഞ്ചരിക്കുക. സഹോദരഭാവം, പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു. സഹോദരഗുണം, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം, സമൂഹത്തിൽ നല്ല പേര്, ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ 3-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം, ശൗര്യം എന്നിവയെ നൽകും. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നുചേരുന്നതാണ്. തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിൽ എത്തിക്കും. ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ, ക്ഷേമം എന്നിവ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. നേതൃഗുണം, നേതൃപാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും. കുംഭക്കൂറുകാരുടെ 4-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമാണ് ശുക്രൻ. 4-ാം ഭാവം എന്നത് മാതാവ്, കുടുംബം, കുടുംബാംഗങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു. 9-ാം ഭാവാധിപൻ എന്നത് ഈശ്വരകടാക്ഷം, ഭാഗ്യം, പിതൃപുണ്യം എന്നിവയെയും കുറിക്കുന്നു. ഈ 2 ഭാവങ്ങളുടെയും അധിപൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സ്നേഹം എന്നിവയെല്ലാം ഉണ്ടാകുന്നു. കൂടാതെ 9-ാം ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വരവിശ്വാസം, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം എന്നിവയെ എല്ലാം നൽകും. അതുകൊണ്ട് തന്നെ ഏത് പ്രവർത്തികൾ ചെയ്യുമ്പോഴും പരാജയ ഭീതികളോ ആശങ്കകളോ വിപരീത ചിന്തകളോ ഇവരെ അലട്ടില്ല. ഈശ്വരകടാക്ഷത്താൽ ആ പ്രവർത്തികൾ എല്ലാം ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. 6-മതായി ഈ ശുക്രരാശി മാറ്റത്താൽ അനുകൂലമായ ഫലങ്ങൾ വന്നുചേരുന്ന രാശിക്കാർ കന്നിക്കൂറുകാരാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിലാണ് ഒരു മാസക്കാലം ശുക്രൻ സഞ്ചരിക്കുക. ആയുസ്, ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുമെന്നറിയുക. 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കുന്നു. രോഗമുക്തി, ശത്രുനാശം, മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും. ദാമ്പത്യസുഖം, കുടുംബസൗഖ്യം, ക്ഷേമം, ഐശ്വര്യം എന്നിവയും ശുക്രൻ 8-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ശുക്രൻ എന്നത് കന്നിക്കൂറുകാരുടെ 2-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമാകുന്നു.
രണ്ടാം ഭാവം ധനഭാവം, വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതിനാൽ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനാഗമം, ധനപരമായ പുരോഗതി, ബിസിനസ്സിൽ ലാഭം എന്നിവയെ നൽകുന്നു. കൂടാതെ വാക്സ്ഥാനത്തിന്റെയും അധിപൻ ശുക്രനാകുന്നു എന്നതിനാൽ അഭിഭാഷകർ, അധ്യാപകർ, സാഹിത്യമേഖലയിൽ സഞ്ചരിക്കുന്നവർ എന്നിവർക്കെല്ലാം ശോഭനമായ കാലമാകും ഇത്. ആശയവിനിമയങ്ങളിൽ ചാരുതയും തന്മയത്വവും പുലർത്തുന്നത് ജനസമ്മിതിയും അംഗീകാരവും നൽകും. കൂടാതെ 9ാം ഭാവാധിപത്യവും ശുക്രൻ വഹിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ഈ സമയത്ത് ഈശ്വര കടാക്ഷം വർദ്ധിച്ചിരിക്കും. ഭാഗ്യദേവതയുടെ കടാക്ഷവും ഇവർക്ക് ഉണ്ടാകും. തൽഫലമായി ഇവർക്ക് തടസ്സങ്ങൾ, കർമ്മവിഘ്നം എന്നിവയൊന്നും അലട്ടില്ല. ഏത് പ്രവൃത്തിയും ഇവർ ലക്ഷ്യത്തിൽ എത്തിക്കുന്നു. അപ്പോൾ ശുക്രന്റെ രാശിമാറ്റത്താൽ മേൽപ്പറഞ്ഞ 6 രാശിക്കാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വളരെയധികം വർദ്ധിച്ച അളവിൽ ഉണ്ടാകുന്നതാണ്. അടുത്തതായി ഈ രാശിമാറ്റം പൊതുവെ ശോഭനമായ ഫലങ്ങൾ നൽകുന്ന 3 രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശകലനം ചെയ്യാം. ശുക്രന്റെ ഈ രാശിമാറ്റം പൊതുവെ ശോഭനമായ ഗുണഫലങ്ങളെ നൽകുക മകരക്കൂറുകാർക്കാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 4ാം ഭാവത്തിലാണ് ശുക്രൻ ഈ മാസം സഞ്ചരിക്കുക. 4ാം ഭാവം എന്നത് മാതൃഭാവം, കുടുംബഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശുക്രൻ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സന്തോഷം എന്നിവയെല്ലാം ഉണ്ടാകും. ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും. കൂടാതെ 4ാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക, വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത ഉണ്ടാകും. ശുക്രൻ ഈ കൂറുകാരുടെ 5ാം ഭാവാധിപനും 10ാം ഭാവാധിപനുമാകുന്നു. 5ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഓർമ്മശക്തി, വിവേചനശക്തി, ബുദ്ധി, സർഗാത്മകത, പ്രണയം, ഭാഗ്യക്കുറി, പുണ്യകർമ്മങ്ങൾ എന്നിവയെ എല്ലാം ഈ ഭാവം കുറിക്കുന്നു. 5ാം ഭാവാധിപൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ സന്താനപ്രാപ്തി, സന്താനങ്ങളുടെ ക്ഷേമം, ഏകാഗ്രത, ബുദ്ധികൂർമ്മത, വിദ്യാപുരോഗതി, ഉന്നത വിജയം, ഉദ്യോഗലബ്ധി, സർഗാത്മക കലകളിൽ വ്യാപരിക്കുന്നവർക്ക് അംഗീകാരം, പ്രശംസ എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ്. കൂടാതെ ഈ സമയം പുണ്യകർമ്മങ്ങളിൽ താൽപര്യം, ഈശ്വരവിശ്വാസം, തീർത്ഥാടനം എന്നിവയെല്ലാം അധികരിച്ചിരിക്കും. ഭാഗ്യവും ഉണ്ടാകുന്ന സമയമാണ് ഇത്. 10ാം ഭാവം എന്നത് കർമ്മഭാവമെന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കർമാധിപൻ അനുകൂലനാകുമ്പോൾ അത് തൊഴിൽ രംഗത്ത് ഏറെ പുരോഗതി, ഉന്നതി, സ്ഥാനലാഭം എന്നിവയെയും നൽകുന്നു. രണ്ടാമതായി ഈ രാശിമാറ്റം ശോഭനമായ ഫലങ്ങളെ നൽകുക ഇടവക്കൂറുകാർക്കാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 12ാം ഭാവത്തിലാണ് ശുക്രൻ വളരെ ഇഷ്ടഫലദായകനായി പ്രവേശിക്കുക. 12ാം ഭാവം അറിയപ്പെടുന്നത് ചെലവുകളുടെ ഭാവം, ധനനഷ്ടങ്ങളുടെ ഭാവം എന്നെല്ലാമാണ്. പൊതുവെ മറ്റ് ഗ്രഹങ്ങൾ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ദോഷകരമാണ് എങ്കിലും ശുക്രൻ 12ൽ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക. ശുക്രൻ 12ൽ സഞ്ചരിക്കുമ്പോൾ ചെലവുകൾ നന്നേ കുറയും. കൂടാതെ ധനാഗമം, വിദേശത്ത് ജോലി, വിദേശത്തു നിന്നുള്ള വരുമാനം, കാര്യജയം എന്നിവയും ഉണ്ടാകും. 12ൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകളെ ഉണ്ടാക്കും എങ്കിലും അത് വാഹനം വാങ്ങുക, ഉപരിപഠനം, വസ്തുവകകൾ വാങ്ങുക, ആഭരണം, ഗൃഹോപകരണങ്ങൾ വാങ്ങുക തുടങ്ങിയ ശുഭകരമായ ചെലവുകൾക്ക് വേണ്ടിയായിരിക്കും ധനം ചെലവഴിക്കുക. കൂടാതെ ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകയാൽ ഈ നേട്ടങ്ങൾക്ക് ഇരട്ടത്തിളക്കവും ഉണ്ടാകുന്നു. ശാരീരികമായും മാനസികമായും ക്ഷേമം, സുഖം, സന്തോഷം, സമാധാനം എന്നിവ കൈവരും. 6ാം ഭാവാധിപത്യവും ശുക്രൻ വഹിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് ഈ കൂറുകാരുടെ ശത്രുക്കൾ നിഷ്പ്രഭരാകും. കടങ്ങൾ, ശത്രുശല്യം, രോഗങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഇവർക്ക് വെല്ലുവിളികൾ ആകില്ല. മൂന്നാമതായി ധനുക്കൂറുകാർക്കാണ് ഈ രാശിമാറ്റം പൊതുവെ ശുഭകരമായ ഫലങ്ങളെ നൽകുക. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ധനുക്കൂറുകാരുടെ 5ാം ഭാവത്തിലാണ് ശുക്രൻ ഒരു മാസക്കാലത്തോളം സഞ്ചരിക്കുക. 5ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. വിദ്യ, പഠനം, ബുദ്ധിശക്തി, ഓർമ്മശക്തി, വികാര വിചാരങ്ങൾ എന്നിവയെ കുറിക്കുന്നതും ഈ ഭാവം കൊണ്ട് തന്നെയാകുന്നു. ശുക്രൻ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി, ബിസിനസ്സിൽ വളർച്ച, ലാഭം എന്നിവയെല്ലാം ഉണ്ടാകുന്നു. 5ാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി, ആരോഗ്യം, കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം, നേട്ടം, അംഗീകാരം എന്നിവയെല്ലാം കൈവരുന്നു. 5ാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം, സുഖം എന്നിവ അനുഭവപ്പെടുന്ന സമയമാകും ഇത്. പൂർവ്വപുണ്യം ഈ സമയത്ത് അധികരിച്ചു നിൽക്കുമെന്നതിനാൽ ഗുരുത്വം സകല പ്രവൃത്തികളിലും ഉണ്ടാകുന്നു. ശുക്രൻ ധനുക്കൂറുകാരുടെ 6ഉം 11ഉം ഭാവാധിപൻ ആകുന്നു. 6ാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യം, ആത്മവിശ്വാസം, ആത്മബലം, പോരാട്ടവീര്യം എന്നിവയെല്ലാം നൽകും. മത്സരവീര്യം ഉയർന്ന് നിൽക്കും എന്നതിനാൽ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടും. ശുക്രൻ 11ാം ഭാവാധിപത്യവും വഹിക്കുന്നു എന്നതിനാൽ അഭീഷ്ടസിദ്ധി, ധനപരമായി ഉയർച്ച, സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവയെല്ലാം ഉണ്ടാകും. അപ്പോൾ ശുക്ര രാശി മാറ്റത്താൽ 6 രാശിക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളും 3 രാശിക്കാർക്ക് പൊതുവെ ഗുണാനുഭവങ്ങളും
വന്നു ഭവിക്കുന്നുവെന്ന് നാം വിശകലനം ചെയ്തു. ഇനി പറയുവാൻ പോകുന്നത് ഈ രാശിമാറ്റം പ്രതികൂലമായ ഫലങ്ങൾ നൽകാവുന്ന 3 രാശിക്കാർ ആരെല്ലാമാണ് എന്നാണ്. ഈ ശുക്രരാശിമാറ്റം പൊതുവെ പ്രതികൂലമായ ഫലങ്ങൾ നൽകാവുന്ന രാശിക്കാർ തുലാക്കൂറുകാരാണ്. ചിത്തിര 2ാം പകുതി, ചോതി, വിശാഖം 3/4 എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 7ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക. കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഈ 7ാം ഭാവത്തിൽ കൂടിയുള്ള സഞ്ചാരം അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകില്ല. പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ പല കാരണങ്ങളാലും ചില പിണക്കം, അസ്വാരസ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. അത് മാനസികമായ സംഘർഷങ്ങൾ, മനസ്സമാധാനമില്ലായ്മ എന്നിവയിലേക്ക് നയിക്കാം. ജീവിത പങ്കാളിക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ, രോഗം എന്നിവയും ശുക്രൻ അനിഷ്ടഭാവമായ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉടലെടുക്കാം. പാർട്ണർഷിപ്പ് ബിസിനസിനെയും 7ാം ഭാവം കുറിക്കുന്നു എന്നതിനാൽ കൂട്ടു ബിസിനസ്സുകൾ, സംരംഭങ്ങൾ എന്നിവയിൽ ചില അഭിപ്രായ ഭിന്നതകൾ, അതിനെ തുടർന്നുള്ള അകൽച്ചകൾ എന്നിവ ആ ബിസിനസ് സംരംഭങ്ങളെ പ്രതികൂലമായി ബാധിക്കാം. വൃശ്ചികക്കൂറുകാർക്കാണ് ഈ രാശിമാറ്റം അശുഭകരമായ ഫലങ്ങളെ നൽകുക. വിശാഖം, കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 6ാം ഭാവത്തിലാണ് ശുക്രൻ ഒരു മാസക്കാലത്തോളം സഞ്ചരിക്കുക. 6ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുദോഷം, കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനാശം, ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. ശുക്രൻ 6ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ധനം കടം എടുക്കുന്നതും കടം കൊടുക്കുന്നതും എല്ലാം ഏറെ കരുതലോടുകൂടി വേണമെന്നത് പ്രത്യേകം ഓർക്കുക. ഈ സമയത്ത് ശത്രുക്കളും അസൂയാലുക്കളും വർദ്ധിക്കാം എന്നതിനാൽ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാമെന്നതിനാലും വാക്കിൽ മിതത്വം പാലിക്കുക. കർക്കിടകക്കൂറുകാർക്കാണ് ഈ രാശിമാറ്റം പൊതുവെ അനിഷ്ടമായ ഫലങ്ങളെ നൽകാൻ സാധ്യതയുള്ള 3ാമത്തെ രാശിജാതർ. പുണർദം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 10ാം ഭാവത്തിലാണ് ശുക്രൻ ഒരു മാസക്കാലത്തോളം സഞ്ചരിക്കുക. 10ാം ഭാവം എന്നത് ശുക്രന്റെ അനിഷ്ടഭാവമാകുന്നു. കർമ്മഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മമേഖലയിൽ ദോഷത്തെ വരുത്താം. പ്രധാനമായും കർമ്മവിഘ്നം, കർമ്മമേഖലയിൽ പ്രതിസന്ധികൾ, അധിക ജോലിഭാരം, ടെൻഷൻ, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം, മേലധികാരികളുടെ അപ്രീതി എന്നിവയ്ക്കെല്ലാം സാധ്യത ഈ സമയത്ത് അധികരിച്ചിരിക്കും. കൂടാതെ 10ാം ഭാവം എന്നത് ബിസിനസിനെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ് രംഗത്തുള്ളവർക്കും ഈ സമയം പ്രതികൂലമായ ഫലങ്ങൾ അനുഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ മാസം അധികം ധനം മുടക്കിയുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കുന്നതാണ് അഭികാമ്യം. അപ്പോൾ ജൂൺ മാസം 29ാം തീയതി വരെയും മേടം രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ മേൽപ്പറഞ്ഞ രാശിക്കാർക്കും അതിലെ നക്ഷത്രജാതർക്കും മേൽ പ്രസ്താവിച്ച ഫലങ്ങളെ നൽകാം. ഒരു ജാതകത്തിൽ ശുക്രന്റെ ക്ഷേത്രബലം, ഭാവബലം, ശുഭപാപയോഗങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.